നമ്മുടെ ലോബ്സ്റ്റർ റോച്ചസ് ബ്രീഡായി നിറയെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ കോളനി. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. യാതൊരുവിധ കെയറും നമ്മൾ കൊടുക്കാറില്ല. ജസ്റ്റ് ഫുഡ് കൊടുക്കും, വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇപ്പം മാങ്ങയും ചക്കേൻ്റെ ഒക്കെ സീസൺ അല്ലേ, അതിൻ്റെ ഓരോ പീസ് ഇട്ട് കൊടുക്കും, അത്രമാത്രമേ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് പെരുകിയിട്ടുണ്ട്. സ്ഥിരം പ്രേക്ഷകർക്ക് ഇത് എന്തിനാണെന്ന് അറിയാം. ഇനി അറിയാത്തവർക്കായിട്ട് പറയാം, ഇത് നമ്മുടെ മീനുകൾക്കൊക്കെ ഫീഡായിട്ട് കൊടുക്കാൻ വളർത്തുന്നത്. പൊതുവെ ഇതിനെ വിദേശ രാജ്യത്തുള്ളവരാണ് വളർത്തിയിട്ട് മീനുകൾക്ക് കൊടുക്കുന്നത്. മീനുകൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ബേഡ്സിനും പിന്നെ റെപ്റ്റൈൽസിനൊക്കെ കൊടുക്കാം. ഞാനിവിടെ മീനുകൾക്കും കോഴികൾക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അധികം ആരും ചെയ്യാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ട്രൈ ചെയ്യണം, എന്നാലേ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുള്ളൂ കേട്ടോ. പണ്ടൊന്നും ഈ ആർട്ടിമി ഒന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ സുലഭമായിട്ട് കിട്ടില്ലായിരുന്നു. പലരും വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടൊക്കെയാണ് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുത്തിയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ഒരു മേഖല നന്നായി വളർന്നത്. അതുവരെ പല മെത്തേഡുകളും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ആർട്ടിമിയെ പോലെ റിസൾട്ട് ഉണ്ടാക്കാൻ വേറൊരു മെത്തേഡും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാം. ഇവരെ വളർത്താനാണെങ്കിൽ യാതൊരുവിധ ചിലവോ ബുദ്ധിമുട്ടോ ഒന്നും വരുന്നില്ല കേട്ടോ. എന്ത് വേണമെങ്കിലും നമുക്ക് ഇവർക്ക് ഫീഡായിട്ട് കൊടുക്കാവുന്നതാണ്. ഡയറക്റ്റ് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പച്ചക്കറികളിലെയും ഫ്രൂട്ട്സിലൊക്കെ ജലാംശം അവർ നേരിട്ട് എടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസാണ് വെച്ച് തിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് അതിൻ്റെ തൊലി മാത്രമേ അവർ ബാക്കി വെക്കുള്ളൂ കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ഫീഡായിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലെ പാറ്റകളെ പോലെ എന്ത് വേണമെങ്കിലും ഇവർ കഴിച്ചോളൂ. കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒറ്റെണ്ണം പോലും പുറത്തു പോകാത്ത രീതിയിൽ വേണം നമ്മളിത് വളർത്താൻ വേണ്ടി. നമ്മുടെ നാട്ടിലെ പാറ്റകളെ പോലെ ഇവർ പെട്ടെന്ന് പറന്നൊന്നും പോവില്ല. ഇവർ ജസ്റ്റ് ഒളിച്ചിരിക്കാനാണ് ഇവർക്ക് താല്പര്യം. ഇവരെ പണ്ട് മുതലേ ഇങ്ങനെ തീറ്റകൾക്കായിട്ട് വളർത്തുന്നതുകൊണ്ട് ഇവർ പെട്ടെന്ന് അങ്ങനെ ചാടിപ്പോകുന്നില്ല. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ അത്യാവശ്യം ഇത് നിറഞ്ഞതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേയും കൂടെ ഇതിൻ്റെ ഒരു കൾച്ചർ മാറ്റാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആ ഒരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് മാറ്റുന്നുണ്ട്. അത് അവർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. അവരെപ്പോഴും ഒളിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെജിറ്റബിളിൻ്റെ പീസും കൂടി നമ്മൾ അതിനകത്തേക്ക് മാറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് നന്നായിട്ട് സുരക്ഷിതമായിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റകളെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിത് എവിടുന്നാണ് വാങ്ങിയെന്ന് വെച്ചാൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും വെബ്സൈറ്റൊക്കെ ഞാനിവിടെ കൊടുക്കും ഡിസ്പ്ലേയിൽ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മേടിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. മീൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക്